അത് ഒരു ഇഷ്യൂ ആയിട്ടാണ് ആക്ച്വലി വന്നത്. 14,000 കിലോമീറ്റർ തൊട്ടേ ഇതിന്റെ ഭയങ്കര ബ്രേക്ക് നോയ്സും പിന്നെ ഒരു ഗ്രൈൻഡിങ് നോയ്സ് വരുന്നുണ്ട്. അത് തന്നെ ABS ആണ്. ഡീആക്ടിവേഷൻ ടെക്നോളജിയിൽ നല്ല എഫിഷ്യൻസി കിട്ടാറുണ്ടോ? അത് ആക്ച്വലി ബ്രോ ഒരു ഗിമ്മിക് ആയിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അത് ഒന്ന് പാനിക് ആയി ചെറുതായിട്ട്. കാരണം വണ്ടി കുറച്ചേ ഓടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 18,000 എന്തോ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ലെവൽ ലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. വണ്ടിക്ക് ഒരു ഹമ്പ് കണ്ടാൽ മതി, അപ്പൊ തന്നെ വണ്ടി ജെർക്കായിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് പോകും. അത് DSGക്കുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഒരു മാസം വണ്ടി അവിടെ കിടന്നിട്ടുണ്ട്. വണ്ടി ഷോറൂമിൽ ഒരു മാസം കിടന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. Volkswagen Virtus. ഈ വണ്ടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യയിലെ ഒരു സെഡാൻ കൾച്ചർ മാറിക്കൊണ്ടിരുന്ന സമയത്താണ് Volkswagen ഈ ഒരു സെഡാനിനെ അവതരിപ്പിച്ചത്. ഇതും നമ്മുടെ സ്കോഡയുടെ സ്ലാവിയൊക്കെ ഒരേ സമയത്താണ് ഏകദേശം ലോഞ്ച് ചെയ്തത്. സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന രണ്ട് ജർമ്മൻ കാസിനെ കൊണ്ടുവന്നു. അപ്പം അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ വേർണ ഉണ്ടായിരുന്നു, ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, പിന്നെ അധികം സെഡാൻസിനെ പറയാനായിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഏകദേശം 2 years ആയി ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ട്. അതിനുശേഷം സെഡാൻ്റെ മാർക്കറ്റ് ഒന്ന് കയറി. റോഡിൽ അത്യാവശ്യം സെഡാൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏതായാലും നല്ല ജർമ്മൻ ടെക്നോളജി ഉള്ള ആ ഒരു ഫീല് തരാൻ സാധിക്കുന്ന നല്ല രണ്ട് എൻജിൻ ഓപ്ഷൻസും ഒക്കെ ആയിട്ട് വെർച്ചസും സ്ലാവിയും നല്ല രീതിയിൽ തന്നെ വിറ്റുപോകുന്നുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വെർച്ചസ് 1.5 GT ആണ്. കുറച്ച് നാളുകൊണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ കാണാം GTയുടെ റിവ്യൂ, ലോങ് ടേം റിവ്യൂ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു 1 ലിറ്ററിൻ്റെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. 1.5ൻ്റെ മൂന്നാമത്തെ റിവ്യൂ ആണ്. വണ്ടി ഇറങ്ങിയപ്പോൾ ഒന്ന് ചെയ്തു. 1 year റിവ്യൂ നമ്മൾ ലാസ്റ്റ് ചെയ്തു. ഇപ്പം 2 years റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. വേറൊരു യൂസറിൻ്റെയാണ് തീർച്ചയായിട്ടും. 1.5 എടുക്കണോ അതോ 1 ലിറ്ററിൻ്റെ ആവശ്യമേ ഉള്ളോ? നമ്മൾ റീസെൻ്റ്ലി സ്ലാവിയയുടെ ഒരു 1 ലിറ്റർ റിവ്യൂ ചെയ്തു. അപ്പം അതിൻ്റെ യൂസറിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ റിലയബിലിറ്റി പ്രശ്നമൊന്നും കാണില്ല. അകത്തെ ലോങ് ടേമിൽ കിട്ടുന്ന കാര്യങ്ങളും ലോങ് ടേമിൽ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജും അതുപോലെ സർവീസ് കോസ്റ്റുകളും ഒക്കെ നമുക്ക് ചോദിക്കാം. യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മുടെ വെർച്ചസ് 1.5ൻ്റെ യൂസർ ഇതാണ്. ഹായ് ബ്രോ. ഹായ് അഭിനവ് ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ MBA എൻട്രൻസ്, അതായത് കാറ്റിന് പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എക്സാം കഴിഞ്ഞു. ഓക്കെ, അപ്പം കൂട്ടത്തിലൊരു വണ്ടി പ്രാന്തനും കൂടെയാണ് 1.5 GT എടുത്ത സ്ഥിതിക്ക് അല്ലേ? ഓക്കെ, ഇത് സ്വന്തമാക്കിയിട്ട് എത്ര നാളായി? ഇതിപ്പോൾ അച്ഛൻ മേടിച്ചിട്ട് ഇപ്പോൾ 2023 നവംബർ. 23 നവംബർ. സോ 1 year. 1 year എക്സാക്ട്ലി ആയിട്ടുണ്ട്. 1 yearൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയാം. അപ്പം കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 23,000. 23,000 in 1 year. അപ്പം നല്ല ഓട്ടോ ഉണ്ട്. അപ്പം നല്ല എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഓക്കെ, ഏതായാലും വെർച്ചസിലേക്ക് വന്നത് എന്താണെന്ന് വേഗം ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയാമെങ്കിൽ. അങ്ങനെ പറയുകയാണെങ്കിൽ വെർച്ചസ് എടുക്കുന്ന മുമ്പ് ഞങ്ങൾ ആക്ച്വലി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ ഓരോ ഷോറൂം, അതായത് മുട്ടം തൊട്ട് നമ്മുടെ മരട് അങ്ങേ അറ്റം വരെ എല്ലാ ഷോറൂമിലും ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ 1 വർഷം 1.5 വർഷം അങ്ങനെ എല്ലാ വണ്ടിയും നോക്കിയിട്ടാണ് അവസാനം ഇതിലെത്തിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയ വണ്ടി ഒബ്വിയസ്ലി ക്രെറ്റ ആയിരുന്നു. അപ്പോൾ ക്രെറ്റ അന്നുണ്ടായ മോഡൽ 2022 സമയത്ത് 1.4 TGDI ആയിരുന്നു. അപ്പോൾ അത് DCT അത് ഓടിച്ച് നോക്കി. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു 3 ക്രെറ്റ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് കാരണം പിന്നെ വേണ്ടല്ലോ, ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സെൽറ്റോസ് നോക്കി. സെൽറ്റോസ് അതും ഡീസൽ, മാനുവൽ ഡീസൽ, ഓട്ടോമാറ്റിക്, 7 DCT എല്ലാം ഓടിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്നത് അതും ഇഷ്ടപ്പെട്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ച് സ്റ്റിഫായിരുന്നു വണ്ടി ഓടിക്കുക. ആദ്യം ഇറങ്ങിയ മോഡൽ കുറച്ച് സ്റ്റിഫായിരുന്നു. അതിനുശേഷം പിന്നെ എത്തുന്നത് ഹോണ്ട സിറ്റി ആണ്. ആക്ച്വലി ഹോണ്ട സിറ്റി ആയിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഇതിനു മുന്നേ ഉണ്ടായിരുന്നു. അത് 2015 VMT മാനുവൽ പെട്രോൾ ആയിരുന്നു. അത് മാറിയിട്ട് അച്ഛന് താല്പര്യം ഹോണ്ട സിറ്റി തന്നെയായിരുന്നു. ബട്ട് പുതിയ വണ്ടിയിൽ അത്രയും നമുക്ക് അപ്ഗ്രേഡ് വരുന്നില്ല. പുതിയ വണ്ടിയിലകത്ത് സ്പേസ് എല്ലാം ഏകദേശം സെയിം ആണ്, പിന്നെ എഞ്ചിനും സെയിം ആണ്. അപ്പോൾ ഓൺലി പ്രൈസ് മാത്രം അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. ഡിഫറൻസ് ഡിസൈൻ്റെ കാര്യം അധികം അങ്ങോട്ട് ഇതായില്ല.
അങ്ങനെ SUV മതി എന്ന് പറഞ്ഞ് SUVs ഒക്കെ നോക്കി. പക്ഷെ SUV ഓടിച്ച് നോക്കിയിട്ട് ആ ഒരു ഫീല് കിട്ടുന്നില്ല നമുക്ക്, ആ ഒരു കംഫർട്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരം ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുന്നതാണ്, ബാംഗ്ലൂർ തിരുപ്പതിയൊക്കെ പോകുന്നതാണ്. ഓരോ 4 months ഒക്കെ കൂടുമ്പോൾ പോകാറുണ്ട്, 4-6 months പോകാറുണ്ട് ബാംഗ്ലൂരൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുമ്പോൾ ഹൈവേസിൽ യൂഷ്വലി ഞങ്ങളുടെ കൊച്ചിൻ ചേരിൽ ഇതുണ്ട്, ക്രെറ്റയുണ്ട് 1.5 പെട്രോൾ. അപ്പോൾ ആ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ അത്രയും ഒരു കംഫർട്ട് തോന്നിയിട്ടില്ല. ഒരു സ്റ്റെബിലിറ്റി ആയാലും നമുക്ക് ആ ഒരു ഇരിക്കുന്ന സുഖമായാലും എപ്പോഴും സെഡാനിലോട്ടാണ് സുഖം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. അതായിരിക്കാം. അതിന് മുന്നേ ഞങ്ങൾക്ക് നിസാൻ സണ്ണി ആയിരുന്നു സിറ്റിയുടെ മുന്നേ. അപ്പം അതൊക്കെ കണ്ട് ഓടിച്ച് ഒരു എക്സ്പീരിയൻസ് ആയ സെഡാനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയത് ഇതൊക്കെയാണ്. വേർണ നോക്കി, ഇതെടുക്കുന്ന മുമ്പ് പുതിയ വേർണ ടെർബോ ഓടിച്ചു നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ വേർണ ആയിരുന്നു കുറച്ചുകൂടി താല്പര്യം. പക്ഷെ വീട്ടിൽ അത്ര ലുക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ അമ്മ പറഞ്ഞു ഇൻഗ്രസ് എഗ്രസ് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേടി ഇറങ്ങാനൊക്കെ. അങ്ങനെ ഇപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ പെർഫോമൻസ് വൈസ് ഒക്കെ പക്കയായിരുന്നു വണ്ടി, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ SUVs നോക്കുമ്പോൾ എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസോടെ വെച്ചിട്ടായിരിക്കും അത് നോക്കിയത്. അതെ. അപ്പോൾ ഇതിന്റെ ടൈഗണും കൂടി നോക്കി, ഒറ്റ സൈഡ് എടുക്കുന്ന മുമ്പ് ടൈഗണും കൂടി നോക്കിയായിരുന്നു. അതും ഓടിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ ടൈഗുന് കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ടൈഗുൻ തന്നെ ആയിരുന്നു. പക്ഷെ അച്ഛന് ബൂട്ട് സ്പേസും എല്ലാം, നമുക്ക് ലഗേജ് ഒരുപാടുണ്ട്. ഇതെടുത്തു. അപ്പം എല്ലാ വണ്ടികളും നോക്കി അവസാനം നോക്കിയ വണ്ടിയാണ് ഇത്. അത് സ്വന്തമാക്കുകയും ചെയ്തു. അപ്പം 23 ഡിസംബറിൽ സ്വന്തമാക്കിയപ്പോൾ പ്രൈസ് എത്രയായിരുന്നു? ഇതിന്റെ 23 സംതിങ് ആണ്. ഓക്കെ, വെർച്വസ് GTക്ക് ഇപ്പം എത്രയാണ് പ്രൈസ് എന്ന് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. എന്തായാലും 21 സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഫീച്ചേഴ്സും അവർ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആക്ച്വലി EVM-ലെ ആദ്യത്തെ വണ്ടിയാണ്, വിത്ത് ഇലക്ട്രിക് സീറ്റും സബ് വൂഫറൊക്കെ ഉള്ള ആദ്യത്തെ വണ്ടിയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും നല്ലതാണ്. ഇപ്പം GT എടുക്കുന്നവർക്ക് ഏതായാലും ബ്ലാക്ക് അലോയ്സ്, അതുപോലെ റെഡ് കാലിപ്പേഴ്സ് വരുന്നുണ്ട്, ബ്ലാക്ക് എലമെന്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ GT പ്ലസ് സ്പോർട്ടും ഇറക്കിയിട്ടുണ്ട്. ഡീക്രോം ഒക്കെ ചെയ്ത ഒരു വേർഷൻ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ നൈസാണ്. ഓക്കെ, അങ്ങനെ വെർച്വസ് GT സ്വന്തമാക്കി. സോ ഇനി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതൊരു ഡെയിലി പർപ്പസ് വണ്ടിയായിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ ഈ ലോങ് ട്രിപ്സിന് മാത്രമാണോ ഉപയോഗിക്കാറുള്ളത്? ഇല്ല, ഡെയിലി ഉപയോഗിക്കാറുണ്ട്. ഡെയിലി യൂസ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡെയിലി നമുക്ക് ഒരു എങ്ങനെ പോയാലും ഒരു 30+ കിലോമീറ്റർ എന്തായാലും സിറ്റിക്കകത്ത്, എറണാകുളം സിറ്റിക്കകത്ത് തന്നെ ഓടിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ചില എക്സ്പാൻഷൻ ജോയിൻ്റ് അല്ലെങ്കിൽ ചെറിയൊരു വണ്ടിക്ക് ഒരു ഹമ്പ് കണ്ടാൽ മതി, അപ്പോൾ തന്നെ വണ്ടി ജെർക്കായിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് പോകും. അത് DSGക്കുള്ള ഒരു സംഭവമാണ്. അത് DQ200 എന്ന് പറഞ്ഞ ഈ ഡ്രൈ ക്ലച്ച് യൂണിറ്റിനുള്ള ഒരു ഇഷ്യൂ. അത് ഇഷ്യൂ അല്ല, അത് ഗിയർ ബോക്സിന്റെ ബിഹേവിയർ അങ്ങനെയാണ്. അപ്പോൾ അത് ചെറിയ കുഴി കണ്ട അപ്പോൾ തന്നെ ഫസ്റ്റിലോട്ട് പോകും. സെക്കൻഡിൽ പോവായിരിക്കും സുഖമായിട്ട്, പക്ഷേ ഫസ്റ്റിലോട്ട് ചിലപ്പോൾ മാറും. അതിപ്പോൾ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് സർവീസ് ഒക്കെ. ഒരു എനിക്ക് തോന്നുന്നു അവർ ECU അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. സെക്കൻഡിൽ തന്നെ ഒരു 4 കിലോമീറ്റർ ആകുമ്പോൾ സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ 3 വരെ ഫസ്റ്റ് ഗിയറിൽ ഓടും, 4th ഗിയർ തൊട്ട് സെക്കൻഡ് ഗിയർ സ്റ്റാർട്ട് ചെയ്യും. സ്പീഡ് അപ്പോൾ അങ്ങനെ 24 കിലോമീറ്റർ വരെ സെക്കൻഡിൽ പോകും. അത് കഴിഞ്ഞിട്ട് തേർഡ്, അങ്ങനെ പോകും, 3rd 4th. അതൊക്കെ സ്മൂത്താണ്. പാഡിൽ ഹൈവേസിലാണ് യൂസ് ചെയ്യാറ്, പക്ഷേ ഞാൻ അത്രയും ഫാനല്ല പാഡിൽസിൻ്റെ. പാഡിൽ ഭയങ്കര അഗ്രസീവാണ്. നമുക്ക് അത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് മറ്റേ ഗിയർ ബോക്സ് ടക്ക് ചെയ്തിട്ട് പ്ലസ് മൈനസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ താല്പര്യം. ഓക്കെ, അപ്പം ഗിയർ ബോക്സിന്റെ കാര്യമാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. അതായത് DCT ഗിയർ ബോക്സിന് ഡ്രൈ ക്ലച്ച് ആയതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ, അത് വേറെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെ മെയിൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ DSGയിൽ എപ്പോഴും നമ്മൾ ചെറിയൊരു ഹോൾട്ട് ആയാലും നമ്മൾ ജസ്റ്റ് എന്നിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. നമുക്ക് വേറെ വിഷയങ്ങളൊന്നും വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഴി കാണുവാണ് അപ്പോൾ തന്നെ മാനുവൽ മോഡിലിടുക, ജസ്റ്റ് M1 തന്നെ. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി കുഴിയെല്ലാം ചാടിച്ച് സെക്കൻഡിലോട്ട് മാറത്തില്ല, അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ട് മാറില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ഏതായാലും 1.5 എടുക്കുന്നവർ വണ്ടിപ്രാന്തന്മാരായിരിക്കും. അത് ഇതൊക്കെ ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും എടുക്കാറുള്ളത്. അപ്പോൾ പിന്നെ അതും പ്രശ്നമില്ല. ഓക്കെ, അപ്പം 1 ലിറ്റർ എടുക്കുന്നില്ല തീരുമാനിച്ചായിരുന്നു? 1 ലിറ്റർ ഞങ്ങൾ ഓടിച്ചു നോക്കി. 1 ലിറ്റർ ആക്ച്വലി അടിപൊളി വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ലപോലെ നമ്മൾ, പക്ഷെ അതിൻ്റെ കുറച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഭയങ്കര സ്ട്രോങ് ആണ്. ഓട്ടോമാറ്റിക് ആണ് ഓടിച്ചത്, മാനുവൽ ഞങ്ങൾ നോക്കിയില്ല അന്നേരം. എനിക്ക് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കിലോട്ടായിരുന്നു പോകേണ്ടത്, കാരണം സിറ്റി എല്ലാം മാനുവലായിരുന്നു, മുന്നത്തെ വണ്ടി എല്ലാം മാനുവലാണ്. പിന്നെ അച്ഛൻ്റെ ഫസ്റ്റ് ജർമ്മൻ കാറാണ്, അങ്ങനെ ഇപ്പോൾ DSGയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു.
1 ലിറ്റർ ഓടിച്ചു. 1 ലിറ്ററിൽ ഇനീഷ്യൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഓക്കെ. പക്ഷേ വണ്ടി നല്ലോണം കേടും. അവർ കയറുമ്പോഴത്തെ എഞ്ചിൻ നോയിസോ 3 സിലിണ്ടർ കേൾക്കാറുണ്ടോ? തോന്നിയായിരുന്നു ഒരു ചെറിയൊരു വൈബ്രേഷൻ എന്ന് പറയാനില്ല, അതതിന്റെ ചെറിയൊരു സൗണ്ട് അത്രേ ഉള്ളൂ. സ്ട്രെസ് കൊടുക്കുന്ന പോലെ തോന്നി. ചെറുതായിട്ട് അതിനതില്ല, സ്ട്രെസ് അങ്ങനില്ല ബ്രോ. പക്ഷെ ആ ഒരു എന്താ പറയാ, നമ്മള് ഇതിന്റെ അത്രയും ആ ഒരു ഗ്രണ്ട് അതിനില്ല. അത് ഒബ്വിയസ്ലി ആ ഒരു പവർ. ഓക്കെ ഓക്കെ. അപ്പം ഇതില് സിലിണ്ടർ ഡിആക്ടിവേഷൻ ടെക്നോളജി ഒക്കെ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടികളിലും, പക്ഷേ ഇതിലാണ് നമ്മൾ കേട്ട് പരിചയിച്ചത് ഫോക്സ് വാഗൻ ഇതിൽ മാർക്കറ്റ് ചെയ്ത സമയത്ത്. അപ്പം ആ ഡിആക്ടിവേഷൻ ടെക്നോളജിയിൽ നല്ല എഫിഷ്യൻസി കിട്ടാറുണ്ടോ? അത് ആക്ച്വലി ബ്രോ ഒരു ഗിമ്മിക് ആയിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ അതുപോലെ ത്രോട്ടിൽ കൊടുക്കണം, മീൻസ് ഭയങ്കര ലൈറ്റ് ആയിട്ട് കൊടുക്കണം. അതുപോലെ ആ പെഡൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് ആ ഒരു പറഞ്ഞ മൈലേജ് കറക്റ്റ് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ പക്ഷെ നോർമലി ഓടിക്കുകയാണെങ്കിൽ 2 സിലിണ്ടർ അത്രയും വർക്ക് ആവത്തില്ല. പിന്നെ സ്പോർട്സ് മോഡിൽ എപ്പോഴും 2 സിലിണ്ടറിലായിരിക്കും. ആക്ച്വലി സിറ്റിയിലൊക്കെ എസ്സിൽ ഇട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ RPM ഹൈ ആയിരിക്കും, പക്ഷെ മൈലേജും കൂടുതൽ കിട്ടും. ആക്ച്വലി 2 സിലിണ്ടർ മോഡ് സ്പോർട്സ് മോഡ് ഇട്ടാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം എത്രയാണ് കിട്ടുന്നത്? നമുക്ക് സിറ്റിയിൽ ഞാൻ ഡേ 1 തൊട്ട് ഈ വണ്ടി ഡേ 1 തൊട്ട് വാങ്ങിയ ശേഷം XP95 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. XP95 അതും കമ്പനി കൊണ്ട് പമ്പ് ചെയ്യുന്നത് തന്നെ മാത്രമാണ്. അപ്പോൾ കറക്റ്റ് ഒരു എഫിഷ്യൻസി പറയാനും പറ്റും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ തൊട്ട് ഇതിനൊരു 45 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സിറ്റിയിൽ ഒരു 8.3 8.4 ആണ് ആവറേജ്, സിറ്റി ഓൺലി ആവറേജ്, ബമ്പർ ടു ബമ്പർ ഹോൾട്ട് എല്ലാം ഒരു നോർമൽ യൂസറിന്റെ 8.4 ആണ് നമുക്ക് വരുന്നത്. അത് ടാങ്ക് ടു ടാങ്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ടാങ്ക് ടു ടാങ്ക് എല്ലാം ടാങ്ക് ടു ടാങ്ക് ഫിഗേഴ്സ് ആണ് പറയുന്നത്. 8.4 ആ റേഞ്ച് ആണ് നമുക്ക് സിറ്റിയിൽ വരാറ്. ഹൈവേയിൽ നമുക്ക് ഒരു 120 കീപ്പ് ചെയ്ത് പോവാണെങ്കിൽ ഒരു 13-14 അതിന് മേലെ കിട്ടത്തില്ല. 120 അബവ് പോവാണെങ്കിൽ ഒരു ഡീസന്റ് ഫിഗർ ആണ് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല ഈ പവർ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ വേണമെങ്കിൽ മൈലേജ് എത്ര കിട്ടുമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വന്നെങ്കിൽ 20.6 ആവറേജ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ മൈലേജിൽ ഓടിക്കാം. അതും ഫുൾ പവർ ഇത് തന്നെ XP95 ആണ്. XP95 എത്രയാണ് എക്സ്ട്രാ വരുന്നത്? എക്സ്ട്രാ ഫുൾ ടാങ്കിൽ 280 rupees ആണ്. ഫുൾ ടാങ്കിൽ 280 rupees എക്സ്ട്രാ വരുന്നത്. പക്ഷെ നമുക്ക് ആ 1 കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു പ്രാവശ്യം നോർമൽ അടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ 1 കിലോമീറ്റർ ഡ്രോപ്പ്. തീരെ നിവർത്തിയില്ലാത്ത സ്ഥലത്ത് നമ്മൾ നോർമൽ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഹൈവേസിൽ വലിയ ഡ്രോപ്പ് ഇല്ല, സിറ്റിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ലോങ് പോകുമ്പോൾ അത്യാവശ്യം എല്ലായിടത്തും XP95 കിട്ടാറുണ്ട്. നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ, തിരുപ്പതി അങ്ങോട്ട് 1-2 പമ്പിലേ ഉള്ളൂ 95. അത് നമ്മൾ കണക്കാക്കി പോയാൽ നമുക്ക് എത്താൻ പറ്റും. പ്രശ്നമില്ല. ഓക്കെ. അതാണ് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത്. ഓക്കെ. ഇനിയും ചോദിക്കാനുള്ളത്, ഇപ്പം സെഡാൻ കൾച്ചറൊക്കെ ഒന്ന് മാറി വന്ന സമയത്താണ് എല്ലാവരും SUVs മതി എന്ന് പറഞ്ഞ സമയത്താണ് ഇത് കൊണ്ടുവന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഈ വണ്ടി അത്ര ആളുകൾ ഇഷ്ടപ്പെട്ടത്? ഒരു ബ്രോഡ് എക്സ്പീരിയൻസിൽ തോന്നുന്നു. എനിക്ക് തോന്നുന്നു മെയിൻലി ഇതിന്റെ ലുക്സ് ആയിരിക്കും. ലുക്സ് നമ്മൾ ഇതിന്റെ പ്രത്യേകിച്ച് വൈറ്റും ബ്ലാക്കും ഒരു രക്ഷയില്ല, കാണുമ്പോൾ നമ്മൾ റഷ് അടിച്ചു പോകും. ആ ഒരു രീതിയിലുള്ള ഇതുണ്ട്. തീർച്ചയായിട്ടും ബാക്കി കളേഴ്സും അട്രാക്റ്റീവ് ആണ്, പക്ഷെ അധികം ഈ പറഞ്ഞ പോലെ വൈറ്റും ബ്ലാക്കും ആണ്. നമ്മൾ ചെയ്തതും ലാസ്റ്റ് ഇയർ ചെയ്തതും വൈറ്റ് ആണ്, അതിന് പിന്നെ ഒരു ബ്ലൂ ആണ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പം ഇതിന്റെ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ടയർ മാറിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോക്ക് ടയർ MRF എനിക്ക് തോന്നുന്നു ഇക്കോ ട്രെഡോ അങ്ങനെ ഒന്നായിരുന്നു. ഓക്കെ. അത് യൂസ് ചെയ്യുമ്പോൾ ഒരു 1 ഡേ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ക്യാരക്ടർ. കാരണം മുന്നേ കോണ്ടിനെൻ്റൽ ടയർ ആയിരുന്നു ഹോണ്ട സിറ്റിയിൽ കിടന്നത്, അപ്പോൾ അതിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ UC6 ടയറാണ്. നല്ല ഇതാണ്. നമ്മൾ MRF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ടയർ റോഡ് നോയ്സ് ഒക്കെ ഭയങ്കര കുറവുണ്ട്. അപ്പം വണ്ടി വാങ്ങിയപ്പം ഇഷ്യൂ ആയിട്ടാണോ അന്ന് തന്നെ പോയി മാറ്റിയത്? അതോ അല്ല, ഇഷ്യൂ അല്ല, നമ്മളത് അച്ഛനൊരു ഇത് കാരണം ടയർ ഒരു ഇൻഫീരിയർ ക്വാളിറ്റി പോലെ തോന്നി. സ്റ്റോക്ക് ടയർ വരുന്ന എല്ലാ വണ്ടിയുടെയും ഇപ്പോൾ ഭയങ്കര ഒരു മോശം ആണ്. അതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ പൈസ മുടക്കുന്നുണ്ട്, 23 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ടയറും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മാനുഫാക്ചറേഴ്സിന്റെ ഓരോ കളികളാണ്. അതെ. ഓക്കെ. അപ്പം ടയറിന്റെ എക്സ്പീരിയൻസ് എടുത്ത് അറിയാനുണ്ട്. തീർച്ചയായിട്ടും. ഇതിന്റെ ബ്രേക്കിംഗ് ആയാലും നല്ല രസമാണ്. നമ്മുടെ ഈ ടയർ വെച്ച് നല്ല വെറ്റ് ഗ്രിപ്പ് ആയാലും നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും വെറ്റ് റോഡ്സിൽ. അതുപോലെ കുഴിയിലൊക്കെ റൈഡ് കംഫർട്ടും നല്ല ഇമ്പ്രൂവ്മെന്റ്. ഓക്കെ. പിന്നെ ഈ വണ്ടി കുറച്ച് ഫേമസ് ആയത് ഇതിന്റെ 200
സ്പീഡോമീറ്റർ കാണിക്കുന്ന 200 എന്നുള്ള കുറെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ബ്രോ എത്ര ടോപ്പ് സ്പീഡിൽ പോയിട്ടുണ്ട് കേരളത്തിന്റെ പുറത്ത്? കേരളത്തിനകത്ത് നമുക്ക് എന്തായാലും 110 വരെ അല്ലേ ഇപ്പൊ മാക്സിമം. അപ്പൊ ഞാൻ 90 കീപ്പ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് സ്പീഡ് ക്യാമറ എനിക്ക് അത്ര വിശ്വാസമില്ല. ഇവര് ചിലപ്പോ 110 മീൻസ് 110 എടുത്താൽ പോലും ചിലപ്പോൾ ഫൈൻ അടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. 90 കീപ്പ് ചെയ്ത് പോകാറുണ്ട്. മീൻസ് ബാംഗ്ലൂർ റോഡൊക്കെ പോകുന്ന ബാംഗ്ലൂർ റോഡ് നമുക്ക് പോകുമ്പോൾ ഒരു 140 150 വരെ മാക്സിമം. 150 ക്രൂസ് ചെയ്യാറാണോ മീൻസ് കീപ്പ് ചെയ്ത് പോകുമോ അതോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് സ്ഥിരം കീപ്പ് ചെയ്യാറ് 120. ഓക്കെ. അപ്പോൾ അതിലൊക്കെ എന്തായാലും സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയാനില്ല. വണ്ടി നല്ല സ്റ്റേബിൾ ആണ്, ഒരു രക്ഷയില്ല. 200 വരെ ഓക്കെ ആണ്. ഓക്കെ, അത് റീൽസിലും അതിലൊക്കെ കാണുന്നുണ്ട്. അനങ്ങുന്നില്ല വണ്ടി. അതേപോലെ 120 നമ്മളൊന്നും അറിയുന്നില്ല. ബാക്ക് സീറ്റിൽ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അത്രയും കംഫർട്ടാണ്. ബാക്ക് സീറ്റ് ഇരുന്നിട്ടുണ്ടോ? ഇരുന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും. അച്ഛൻ ചിലപ്പോൾ ഞാനെന്നാലും ഹൈവേയിൽ ഞാൻ തന്നെയാണ് മിക്കത് ഓടിക്കാറ്. സിറ്റിയിലാണ് ഞാനും തന്നെയാണ്. പക്ഷെ അച്ഛൻ ചിലപ്പോൾ ഓടിക്കണം എന്ന് തോന്നിയാൽ ബാക്കിലോട്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് എങ്ങനെ? മീൻസ് ബാക്ക് സീറ്റിൽ ബുദ്ധിമുട്ടും കമ്പയർഡ് ടു സിറ്റി ഇതിന്റെ ഇൻഗ്രസ് ഔട്ട്ഗ്രസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുറച്ച് മിഡിൽ ഏജ് അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു 40 എബോവ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ജോയിൻസിനൊക്കെ പണിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കയറിയിരിക്കാനും. എനിക്കും ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കയറി ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്ക് സീറ്റ് നല്ല കംഫർട്ടാണ്. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഹഗ്ഡ് സീറ്റ്സ് ആണ്. അത് നല്ല ആംറെസ്റ്റ് ഉണ്ട്. AC ഒക്കെ ഓക്കെയാണ്. ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ AC ഭയങ്കര വിഷയമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 1.5 അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴും 22 ആ റേഞ്ചിലാണ് കീപ്പ് ചെയ്യാറ് ടെമ്പറേച്ചർ. വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. AC കുഴപ്പമില്ല. പിന്നെ ഇത് ഒടിച്ചിട്ടുണ്ട് ഫിലിമൊക്കെ ലീഗലായ സ്ഥിതിക്ക്. ഫ്രണ്ടിലുണ്ട് 70% ആണ്, കുഴപ്പമില്ല. 70% വിസിബിലിറ്റി. അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കുഴപ്പമില്ല. നമുക്ക് നല്ല AC. എന്നാലും നമ്മൾ ഹ്യുണ്ടായി ലെവലൊന്നും ഇല്ല. ഹോണ്ട ഹ്യുണ്ടായി ലെവലല്ല, മാരുതി അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് ഒരു സൺറൂഫ് യൂസ് ചെയ്തിട്ടുണ്ടോ? സൺറൂഫ് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. മഴക്കാലത്തൊക്കെ ജസ്റ്റ് മഴത്തുള്ളിയെ കാണാൻ വേണ്ടി തുറന്നു വെക്കാം. ഇത് മാത്രം മാറ്റും മീൻസ് ഭയങ്കര ചൂടത്താണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യും. ഫുൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നല്ലപോലെ ചൂടൊക്കെ പോകും. അത് നല്ല യൂസ്ഫുൾ ആണ്. അല്ലാതെ ചെറിയ സൺറൂഫ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇനി ഇന്റീരിയറിൽ ഒന്ന് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചാലും. സോ നമ്മൾ ഇന്റീരിയറിൽ കയറി വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കാറിന്റെ ഒരു ഫീൽ തരുന്ന രീതിയിലുള്ള ഇന്റീരിയർ അല്ലേ. എല്ലാം കറക്റ്റ് ഫ്ലാറ്റ് കട്ടിങ്സും, സീറ്റ്സ് ആണെങ്കിലും നല്ല പ്രീമിയം ഫീലൊക്കെ തരുന്ന സീറ്റ്സ്. സൺറൂഫ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് മാനുവൽ അല്ലേ? ഇത് മാനുവൽ ബ്ലൈൻഡ് ആണ്. ഓക്കെ. അപ്പം ഇന്റീരിയറിൽ കയറുമ്പം ഏറ്റവും അട്രാക്ട് ചെയ്തിരുന്നതും ഇപ്പോഴും പുതുമയായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ ഇതിന്റെ. ഒന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പിന്നെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ. നല്ല റെസൊല്യൂഷൻ ആണ്. നമുക്ക് ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗ്ലെയർ ഇല്ല. പിന്നെ നല്ല ക്ലാരിറ്റിയാണ്. ലാഗ് ഇല്ല, ഒന്നുമില്ല. ഇതുവരെ അങ്ങനെ ഒരു ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പുതിയ മഹീന്ദ്രയിലൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. ഈ ഭയങ്കര ടാറ്റയുടെ ആയാലും ഇടയ്ക്ക് ഓഫ് ആവുന്നു, ഓൺ ആവുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഹാപ്പിയാണ്. വൃത്തിക്ക് തന്നിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ചില ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു പാനൽസ് ഒക്കെ ചെറിയൊരു ക്രീക്കിംഗ് സൗണ്ട് അവിടെ കുഴപ്പമില്ല. മാനേജബിൾ. റാറ്റ്ലിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നും. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് സെക്ഷനിൽ റാറ്റ്ലിംഗ് ഇഷ്യൂസോ അങ്ങനെ മീൻസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. 1 ഇയറിൽ പല റോഡ്സിലും പോയിട്ടുണ്ട്. ഓഫ് റോഡിങ് എല്ലാം മീൻസ് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. NVH ലെവൽ നല്ല സൈലന്റ് ആണ്. 1 ലിറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. നല്ല ഒരു സൗണ്ട് ഇൻസുലേഷൻ വണ്ടിക്കുണ്ട്. 1 ലിറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുമ്പേ നമ്മൾ ചോദിക്കാൻ വിട്ടു. 1 ലിറ്ററിന്റെ മൈലേജിന്റെ കാര്യം എന്താ പറഞ്ഞത്? 1 ലിറ്ററിന്റെ മൈലേജ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട്. ഓട്ടോമാറ്റിക് 6 സ്പീഡ്. അതിന് 7 ഒക്കെ ഉള്ളൂ നമുക്ക് ലോക്കലിൽ. 7, 6.5 ആ റേഞ്ച് ഒക്കെയാണ് അവൻ. ഹൈവേയിലായാലും ഹൈവേയിൽ എനിക്ക് തോന്നുന്നു സെയിം ആണ്. 17, 18 ഒക്കെ അതിനും കിട്ടും. ലോക്കല് നമുക്ക് 1 ലിറ്റർ ആണ്. ഇതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഫെദർ ടച്ചസ്. വെതർ ടച്ച് AC അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഇപ്പൊ യൂസ്ഡ് ആയി. ചെറുതായിട്ടൊന്നും നോക്കേണ്ടി വരും. ജസ്റ്റ് ഇങ്ങനെ നോക്കണം കുറക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കൊരു ശ്രദ്ധ വ്യത്യാസം വരുന്നുണ്ട്. അല്ല, ഇവിടുത്തെ ഒരു ചെറിയൊരു കേർവ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. അപ്പൊ അത് വെച്ചാണേലും നോക്കേണ്ടി വരുമോ? ഇങ്ങനെ എന്നാലും നമുക്ക് ഒരു കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് ഇപ്പോഴും ബെറ്റർ.
ഓക്കെ, പിന്നെ ബാക്കി ഇന്റീരിയറിൽ ഇഷ്ടപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഷ്ടപ്പെട്ട ബ്രോ ഇതിൻ്റെ സ്റ്റിയറിങ് നല്ല രസമാണ്, ഇതിൻ്റെ പിടിക്കാനായാലും ബട്ടൺസ് ക്വാളിറ്റി ആയാലും ഇതെല്ലാം ഒരു ജർമ്മൻ സ്റ്റീറിംഗ് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ടി റോക്കിലും എനിക്ക് തോന്നുന്നു ടിഗ്വാനിൽ വരുന്നത് ഇത് തന്നെയാണ്. ഇതേ ക്വാളിറ്റി സെയിം ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. വെന്റിലേറ്റഡ് സീറ്റ് നല്ല എഫക്റ്റീവ് ആണ്. അത് സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ നല്ല ചൂടാണെങ്കിൽ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് നല്ല വേർതിരിക്കാൻ അല്ലെങ്കിൽ ഒക്കേഷൻ പോകണം അങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുക. പക്ഷെ കുറച്ച് നോയ്സിയാണ്. അത് നമ്മുടെ ഈ ഹ്യുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു അതിലൊക്കെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ഉണ്ട്. പക്ഷെ എന്നാലും എഫക്റ്റീവ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നോയ്സ് നല്ലതായിട്ട് അറിയാനുണ്ട്, വീഡിയോയിൽ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ ഒരു അനോയിങ് ഫീച്ചർ എനിക്ക് തോന്നി, വണ്ടി എപ്പോഴും ഈ സാധനം ഓൺ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓഫ് ആവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സീറോയിൽ സ്പീഡിൽ എത്താതെ തന്നെയോ? അതെ, ഒരു 3-4 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ വണ്ടി ഓഫ് ആകും, പക്ഷെ പെട്ടെന്ന് സ്റ്റാർട്ട് ആവും. അങ്ങനെ വലിയ പ്രശ്നം. ഓക്കെ, അതപ്പോൾ എപ്പോഴും ഓഫ് ചെയ്യാറുണ്ട്? അത് നമ്മൾ ഓഫ് ചെയ്തോണ്ട് ആ ഒരു അസ്വസ്ഥതയാണ് നമുക്ക് മനസ്സിൽ. വണ്ടി കയറിയിട്ട് AC ഓൺ ആക്കുന്ന പോലെ തന്നെ അത് ഓഫ് ഓഫ് എപ്പോഴും ചെയ്യാം. അത് ശീലമായി, കുഴപ്പമില്ല. ഓക്കെ, എങ്കിലും പേരൻസ് ഒക്കെ ഓടിക്കുമ്പോൾ മീൻസ് അച്ഛൻ ഓടിക്കുമ്പോഴും പുള്ളി അത് ഓഫ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കാൽക്കുലേറ്റഡ് അല്ലാത്ത സമയത്ത് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എല്ലാ വണ്ടിക്കും എമിഷൻ നോംസും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ജർമ്മൻ കാറിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് കോസ്റ്റ് വലിയൊരു കൺസേൺ ആണ്. അത് സർവീസ് കോസ്റ്റ് ഇപ്പോൾ പാക്കേജ് എടുത്തിട്ടുണ്ട്. 4 ഇയറിന് 28 സംതിങ് ആണ് അവർ ലാസ്റ്റ് ചാർജ് ചെയ്തത്. 4 ഇയേഴ്സിന്റെ പാക്കേജ് 28,000. അത് ഡീസൻ്റ് ആണ്. അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജിന്റെ കാര്യമില്ല. ആക്ച്വലി അവരുടെ സർവീസ് കാൽക്കുലേറ്റർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ലേബർ ഒരു സർവീസിന് 9,000 ആ റേഞ്ച് വരുന്നത്. ഓക്കെ, എല്ലാം ഉൾപ്പെടെ ലേബർ ഉൾപ്പെടെ 9,000 വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിലും കുറഞ്ഞ കാണിക്കുന്നുണ്ട് ആ സർവീസ് കാൽക്കുലേറ്റർ. അല്ല, ഓക്കെ, ഇപ്പം 7,000 ആണെങ്കിൽ തന്നെ 4 സർവീസിന് ആവുന്നുണ്ടല്ലോ. ഇപ്പോൾ 9,000 ഇപ്പോൾ ഒരു സർവീസിന് 9,000 ആണെങ്കിൽ ചിലപ്പോൾ വേറെ സർവീസിന് 5-6 ഒക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. പാക്കേജ് എടുക്കാണ്ടിരിക്കാം, അങ്ങനെ. പക്ഷെ വലിയ ലാഭം എന്ന് പറയാനില്ല. അപ്പൊ മറ്റു സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടെ? സർവീസ് എക്സ്പീരിയൻസ് നല്ലതാണ്, നല്ല സർവീസാണ്. എനിക്ക് വണ്ടി എടുത്ത ഫസ്റ്റ് ഒരു ഇഷ്യൂ ഉള്ളത്, ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇഷ്യൂ ആണത് സത്യം പറഞ്ഞാൽ. ഇതിന്റെ വൈപ്പേഴ്സ് ഭയങ്കര ടെറിബിൾ ആണ്. അതിന്റെ ഫ്രെയിംലെസ് അല്ല വരുന്നത്, മറ്റേ നോർമൽ വൈപ്പറാണ് നമ്മൾ ഈ മാരുതിയിൽ അതൊക്കെ കാണുന്നത്. അതിനെക്കാട്ട് കുറച്ച് ക്വാളിറ്റി ഉണ്ട് എന്നാലും, പക്ഷേ ഭയങ്കര തെന്നലായിരുന്നു. ഇങ്ങനെ ഒരു തെന്നൽ വരും, പ്രോപ്പറായിട്ട് വൈപ്പ് ചെയ്യും, ബട്ട് ആ ഒരു ഗ്ലാസ്സിൽ കുറെ സ്ക്രാച്ചസ് ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോൾ എസ്കലേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അത് അവർ പോളിഷൊക്കെ ചെയ്ത് തന്നു 2-3 പ്രാവശ്യം. പക്ഷെ എന്നാലും ആ ഒരു വൈപ്പറിന്റെ ആണെന്ന് തോന്നുന്നു. അത് മാറിക്കഴിഞ്ഞ് 2 വൈപ്പർ മാറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബോഷിന്റെ ക്ലിയർ അഡ്വാൻറ്റേജ് ഇട്ടു, അതും ഫ്രെയിംലെസ് മോഡൽ. അത് അതിലും സെയിം പറഞ്ഞ പോലെ തെന്നലുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് ചെക്ക് ചെയ്തു, ഗ്ലാസ് അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഒന്നല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് ഒരു ഓപ്ഷൻ രണ്ടും കൽപ്പിച്ച് ഒരു കൂടിയൊരു വൈപ്പർ, ഹെല്ലയുടെ ഒരു വൈപ്പർ ഇട്ടു. 1,400 റുപ്പീസിന്റെ ഒരു റേഞ്ച് ഒരു വൈപ്പർ ഇട്ടു. നല്ല, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എത്ര നാളായിട്ട്? ഇപ്പോൾ ഒരു 2 months ആവും. ഒരു 1 year. റെയിനി സീസണിൽ ഓടിച്ചു, ഒരു കുഴപ്പമില്ല. വേറെ പിന്നെ ബ്രോ സർവീസിന്റെ വേറെ അഡ്വൈസസ്, നമ്മൾ സർവീസിന്റെ കാര്യം പറയുമ്പോൾ മാനേജറിന് എടുത്ത് പറയണം. കാരണം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഹൈവേയിൽ ഓടിച്ചു പോവാണ്, ഞാൻ ഓടിക്കുകയാണ്, അച്ഛൻ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ഓയിൽ ലെവൽ ലോ എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചു. അപ്പോൾ ഒന്ന് പാനിക്കായി ചെറുതായിട്ട്. കാരണം വണ്ടി കുറച്ചേ ഓടിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 18,000 എന്തോ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ലെവൽ ലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ മാനേജറിനെ വിളിച്ചു. അന്ന് സൺഡേ ആയിരുന്നു. അന്ന് പുള്ളി കോൾ പിക്ക് ചെയ്തു. എന്നിട്ട് സാർ അത് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മതി, അടുത്തുള്ള സർവീസ് സെൻറ്റർ ഏതാണ് അവിടെ ഉണ്ട്. ആക്ച്വലി സൺഡേ സർവീസ് സെൻറ്റേഴ്സ് ഓപ്പൺ അല്ല, ബട്ട് പുള്ളി എന്നെ കണക്ട് ചെയ്തു. ഫോക്സ്വാഗൻ സേലത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ സേലത്ത് ഒരു കാണിച്ചു, അവർ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്ത് തന്നു. എന്നിട്ട് ഒരു ടിന്ന് വണ്ടി എക്സ്ട്രാ തന്നു. ഏകദേശം 1 ലിറ്ററോളം എഞ്ചിൻ, എനിക്ക് തോന്നുന്നു, സോറി, എഞ്ചിൻ ഓയിൽ കയറിയിട്ടുണ്ട്. അതിന് കോസ്റ്റ് കൊടുക്കേണ്ടി വന്നു. അത് 600 സംതിങ് ആണ്. സർവീസ് പാക്കേജ് ഒക്കെ എടുത്ത സ്ഥിതിക്ക് അത് നമുക്ക് എക്സ്ട്രാ ഒരു കൺസ്യൂമർ ഇതിലോട്ടാണ് വരുന്നത്. അവരുടെ ഇത് കവേർഡ് അല്ല, പാക്കേജിൽ കവേർഡ് അല്ല.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു പാനിക് വന്നു. അതിനുശേഷം പിന്നെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇഷ്യൂ പിന്നെ വന്നിട്ടില്ല. ഇല്ല. പക്ഷെ പുള്ളി പറഞ്ഞു ഒരു സർവീസ് അടുക്കുന്ന മുമ്പ് ഒരു 800 അല്ലെങ്കിൽ 1000 കിലോമീറ്റർ മുന്നേ ചിലപ്പോൾ ഇത് വന്നേക്കാം, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോഴും ആ ഒരു ഓയിൽ ബാക്കി ഇരിപ്പുണ്ട് കുറച്ച്, തന്നെ ടോപ്പ് ചെയ്താൽ മതി. ആ ഒരു കാര്യം കൺസേൺ ആണ്. അത് വേറെന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? വേറെ പിന്നെ ബ്രോ സർവീസ് പക്കയാണ്, ബാക്കിയെല്ലാം ചെറിയൊരു വേറൊരു കാര്യം, നമ്മുടെ വണ്ടി അടിയിൽ കുറച്ച് തട്ടിയായിരുന്നു. അത് ചെറിയൊരു കെയർലെസ് മിസ്റ്റേക്ക് ആയതാണ്. അതുപോലെ ഒരു കല്ലൊരു വലിയ ഒരു കരിങ്കല്ല് പോലത്തെ അത്, പക്ഷെ ഡൈവേർഷൻ ആയിരുന്നു. പാലത്തിന് ഇങ്ങനെ എടുക്കുവാണ്, അപ്പോൾ ഡൈവേർഷനിൽ അവിടെ നല്ല വെള്ളമാണ്, അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ കല്ലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മുമ്പിലൊരു ഇറ്റിയോസ് പോയായിരുന്നു, പുള്ളി സുഖമായിട്ട് എടുത്തു. ബാക്കിൽ ഞങ്ങളും എടുത്തു. പക്ഷെ എടുത്തപ്പോൾ ബാക്കിൽ താഴെ നല്ല പോലെ ഭയങ്കര ഒച്ച കേട്ടു. അപ്പോൾ ഒച്ച കേട്ട് സത്യം പറഞ്ഞ ഒരു ഇതായി, നമ്മൾ ലോങ് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ താഴ്ച നോക്കിയപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ, അതായത് എക്സോസ്റ്റിൻ്റെ മിഡിൽ പോർഷൻ അടിച്ച് കേടി അകത്തോട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സൗണ്ടൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി വണ്ടിയിൽ. പക്ഷേ എനിക്ക് റെസോണേറ്റർ അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വന്നു. ഓടിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വിളിച്ചു സർവീസ് സെൻ്റർ വിളിച്ചു, അപ്പോൾ കുഴപ്പമില്ല. ഇല്ല, ഹോൾ വീണിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതന്നേൻ്റെ ആ ഒരു മഫ്ലറിൻ്റെ സൗണ്ടൊക്കെ മാറി, കുറച്ച് സ്പോർട്ടി നോയ്സ് ഒക്കെ അങ്ങനെയായി പോയി. ഓടിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നത്. പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇല്ല, എഫിഷ്യൻസിയും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ സൗണ്ടൊക്കെ രസമായിരുന്നു. പക്ഷെ കേടി അകത്തോട്ട്. അങ്ങനെ വന്നപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് അവര് ആദ്യം ഒരു 2 ആഴ്ച എടുത്തു. 2 ആഴ്ച വണ്ടി കിടന്നു സർവീസ് സ്റ്റേഷനിൽ. അപ്പോൾ അവര് പാർട്ട് വരുത്തി, പക്ഷെ വരുത്തിയപ്പോൾ അത് 1 ലിറ്ററിൻ്റെ ആയിപ്പോയി. അപ്പോൾ അത് പിന്നെയും അങ്ങനെ പിന്നെ ഒരു 14 ദിവസം എക്സ്ട്രാ പിടിച്ചു. അപ്പോൾ ഒരു മാസം വണ്ടി അവിടെ കിടന്നിട്ടുണ്ട്. വണ്ടി ഷോറൂമിൽ ഒരു മാസം കിടന്നിട്ടുണ്ട്. നമ്മൾ ഈ ഏകദേശം എനിക്ക് തോന്നുന്നു 22 ഡേയ്സ് 23 ഡേയ്സ് എന്തോ കിടന്നിട്ടുണ്ട് ഇത് മാറാനായിട്ട്. പക്ഷെ ബാക്കി വർക്ക് എല്ലാം ബാക്കിയാണ്. എക്സ്പെൻസ് ഒന്നും വന്നില്ല. എക്സ്പെൻസ് നമുക്ക് B2B ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല, അത്രയും വന്നിട്ടില്ല. 20,000 ബില്ലുണ്ടായിരുന്നു. അത് വാറണ്ടിയിലല്ലേ വരേണ്ടത്? ഇല്ല, അത് വാറണ്ടി, കാരണം എക്സ്റ്റേണൽ ഡാമേജ് ആണല്ലോ. അപ്പോൾ അത് കവേർഡ് അല്ലെന്ന് വരുന്നത്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കൺസേൺ ആയിട്ടുണ്ടോ, അതോ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതായിരുന്നു അത്, അതോ നമ്മുടെ ശ്രദ്ധക്കുറവാണ്? സിറ്റിയൊക്കെ ആണെങ്കിൽ അത് വണ്ടി പോയി താഴ്ന്ന് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഈവൻ കറക്റ്റ് ആയാൽ പോലും എനിക്ക് തോന്നുന്നു അത് ഇടിക്കും. ഇതിന് 180 ഉണ്ട്, അതിന് 190 ഉള്ളു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതും തട്ടും. പക്ഷെ സിറ്റി ആണെങ്കിൽ തീർന്നു. പിന്നെ ബ്രോ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മളിപ്പോൾ 5 പേര് പോവാണ് വിത്ത് ഫുൾ ലഗേജ്. നമ്മൾ പോയിട്ടുമുണ്ട് ബാംഗ്ലൂർ വരെ. അപ്പോൾ ഒരു ഹമ്പിൽ മാത്രം, അതായത് ഒരു ഡൈവേർഷൻ്റെ ഇത് കേസ് തന്നെ വലിയൊരു ഹമ്പുണ്ട്. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ കഴിഞ്ഞ ഒരു സർവീസ് റോഡിലാണ് ഒരു ഹമ്പ് വരുന്നത്. ഭയങ്കര ഒരു ലെങ്ത്തും ഉണ്ട്, അതുപോലെ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒരയാളുണ്ട് താഴെ. പക്ഷെ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഭാഗത്താണ്, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് തള്ളിയിരിപ്പുണ്ട് താഴെ. അപ്പോൾ അവിടെയാണ് ഇടിക്കാറ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. സിറ്റിയിൽ വേറെ സ്ലാബൊക്കെ സുഖമായിട്ട് കയറും, ഒരു കുഴപ്പമില്ല. നോർമൽ സ്ലാബ്സ് ഒക്കെ കയറും. സിറ്റിയിൽ ഓടിക്കാനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഓക്കെയാണ്. അപ്പം സർവീസ് കോസ്റ്റുകളൊന്നും ആവാറില്ല ഇത് ഈ പാക്കേജ് എടുത്തതുകൊണ്ട്. പാക്കേജ് എടുത്തില്ലെങ്കിലും ഓക്കെ ആണെന്നാണ് അഭിപ്രായം. ഇനിയും കുറച്ച് നെഗറ്റീവ്സ് കൂടെ അറിയണം. വണ്ടിയുടെ നെഗറ്റീവ്സ് ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉള്ളതറിയണം. കുറച്ച് ആളുകളുടെ കുറച്ച് സംശയങ്ങളുണ്ട്, അതെല്ലാം കമന്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാം. അതെല്ലാം നമുക്ക് പുറത്ത് പോയിട്ട് ചോദിക്കാം. സോ സൈഡ് വ്യൂ ഭയങ്കര അടിപൊളിയല്ലേ? സൈഡ് വ്യൂ ഒരു രക്ഷയില്ല. വണ്ടി ലുക്സിൽ നല്ല എസ്തെറ്റിക്സ് എല്ലാം പക്കയാണ്. വെന്റെക്കാട്ടിലും ഒക്കെ നല്ല ലെങ്ത് ഉണ്ട്. ജെറ്റയുടെ അത്രയും ഇല്ല, എന്നാലും നമ്മള് സിറ്റി ആയിരുന്നു വണ്ടി. മറ്റേ പോർച്ചിന്റെ ഉള്ളിലേക്ക് ഫുള്ള് കയറും. പക്ഷെ ഇത് കുറച്ച് തള്ളി നിൽക്കും. പക്ഷെ അതൊരു ഭംഗിയാണ്. ഇങ്ങനെ ആന കിടക്കുന്ന പോലെ ഫീലാണ്. അത് നമ്മൾ ടൈഗുണിലും അതുപോലത്തെ വണ്ടികൾക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ഫീല്, ഈ ഒരു പ്രീമിയം ഫീല് നമുക്ക് 3 ബോക്സ് ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇത് ഫിലിം ഒട്ടിച്ചേക്കുന്നത് നല്ല രസമുണ്ട്. മീൻസ് 3M ഫിലിമാണ് ചെയ്തിരിക്കുന്നത്. എത്ര കോസ്റ്റ് ആയി? ഏകദേശം 22-23 റേഞ്ച് വരുന്നുണ്ട്. ഷോറൂമിൽ ആ ഒരു V-Cool-ആണ് സജസ്റ്റ് ചെയ്തത്. അതും എല്ലാം 70% വിസിബിലിറ്റി തന്നെയാണ്. അത് കുറച്ചും കൂടെ കൂളിംഗ് ഒക്കെ
പക്കയായിരിക്കും. അതിന് പക്ഷേ 40,000 റേഞ്ച് വരും. 40,000 ഡബിൾ കോസ്റ്റ് ആണ്. കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ. ഓക്കെ, എന്തായാലും എനിക്ക് അകത്തിരുന്ന് സംസാരിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് ഞാൻ അകത്തുനിന്ന് പറയാൻ മറന്നുപോയി. ഞങ്ങൾ അത്രയും നേരം ഇരുന്നിട്ടും എനിക്ക് വലിയ കൂളിംഗ് വന്നില്ല. മീൻസ് നമ്മൾ 16 ഡിഗ്രിയാണ് ഇട്ടത്. അതിന് ബ്രോ ലോ ആക്കി ഞാൻ പിന്നെ ഫാൻ സ്പീഡ് കുറച്ചു. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ രീതി എക്സ്പീരിയൻസ് ചെയ്ത് റണ്ണിങ്ങിൽ ചിലപ്പോൾ ആകുമായിരിക്കും. റണ്ണിങ്ങിൽ വലിയ കുഴപ്പം. ഓക്കെ, ഞങ്ങൾ നിർത്തിയിട്ടേക്കായിരുന്നു. എന്നാലും ഒരു 2022 എന്തായാലും കീപ്പ് ചെയ്യണം നമ്മൾ. കീപ്പ് ചെയ്യണം. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, 5-10 മിനിറ്റ് എടുക്കും സെറ്റായി വരാൻ. ഓക്കെ. അതല്ലാതെ നെഗറ്റീവ്സ് എന്തെങ്കിലും വേറെ വണ്ടിയിൽ തോന്നുന്നു? നെഗറ്റീവ്സ് ചെറിയ എക്സ്പാൻഷൻ ജോയിനിൽ പോകുമ്പോൾ ഇതിൻ്റെ ആദ്യം ഇനീഷ്യലി ഒരു തഡ് നോയ്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട് സസ്പെൻഷനൊക്കെ ഒരു ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥതയാവും നമുക്കത് കേൾക്കുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, പിന്നീട് ഓക്കെ ആയി വന്നു. ഓക്കെ. പിന്നെ സ്റ്റോക്ക് ടയർ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി മോശമായിരുന്നു, പക്ഷെ അത് ഓക്കെ ആയി, റൈഡ് കംഫർട്ട്. പിന്നെ നെഗറ്റീവ്സ് വേറെ ബാക്ക് സീറ്റിൽ കേടിറങ്ങാൻ ബുദ്ധിമുട്ട്, മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ വേറെ വൈപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ആവറേജ് ആണ്, അത്രയ്ക്കും വലിയ ത്രോ കാര്യങ്ങളൊന്നുമില്ല. അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ് സത്യം പറഞ്ഞാൽ, ബൾബ് മാറ്റി. അതും അവരുടെ ഇതിൽ നിന്ന് തന്നെയാണ് മാറേണ്ടതെന്ന് അവർ പറയുന്നത്, അല്ലെങ്കിൽ വോയിഡ് ആവും വാറണ്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അറിയില്ല കുറച്ച്. ഓക്കെ, അപ്പം സസ്പെൻഷന്റെ കാര്യം മറ്റ് എങ്ങനെയുണ്ട്? മീൻസ് ചെറിയ ബാഡ് റോഡ്സിലൊക്കെ പോകുമ്പോൾ ലോ സ്പീഡിൽ ഭയങ്കര ഫേമാണ് എന്ന് വെച്ചാൽ, ഭയങ്കര അല്ല, അത്യാവശ്യം ഫേമാണ്, നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആ സെയിം റോഡിൽ തന്നെ കുറച്ച് സ്പീഡിൽ പോയാൽ നമുക്കൊന്നും അറിയുന്നില്ല. ഓക്കെ, ആ ഒരു കംഫർട്ട് ഉണ്ട്. ഓക്കെ. പിന്നെ ക്വാളിറ്റിയുടെ കാര്യമൊന്നും? ക്വാളിറ്റി ഡോറൊക്കെ പക്കയാണ്, അതെല്ലാം ഓക്കെ. നമ്മൾ എത്ര വലിച്ചടിച്ചാലും ഒരേ സൗണ്ട്, ലൈക്ക് മറ്റേ സാധാരണ വണ്ടി നമ്മൾ ഇങ്ങനെ പേടിയാവും, പക്ഷെ ഇതിൽ എത്ര അങ്ങനെ എടുത്താലും ഒരു ഒരേ സൗണ്ടാണ്. ഓക്കെ. അപ്പം ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ചോദിക്കാം. ബാക്ക് സീറ്റ് കംഫർട്ട് ആൻഡ് വ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഫ്രണ്ട് വ്യൂയിൽ നിന്നുള്ള വിസിബിലിറ്റി എങ്ങനെയുണ്ട്? വിസിബിലിറ്റി എല്ലാം ഓക്കെയാണ്. നമ്മൾ കുറച്ച് ഹൈറ്റിൽ ഇരുന്നാൽ നമുക്ക് ഒരു ഹാഫ് ബോണറ്റ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ബോണറ്റ് കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പം. സെഡാൻ യൂസ് ചെയ്യുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. സീറ്റ് ഹൈറ്റ് താത്തിയാണ് ഇടാറുള്ളത്? ഞാനൊരു ടോപ്പ് പൊസിഷനിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴെ, നമുക്ക് ഒരു കുഴിയൊക്കെ കുറച്ച് ദൂരമുള്ള കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഞാനും അച്ഛനും ഒരേ പൊസിഷനാണ്, ബുദ്ധിമുട്ട് വരുന്നില്ല. ഞാൻ 510 ഉണ്ട്, അച്ഛനും 510 ആണ്. മെമ്മറി സീറ്റിന്റെ ആവശ്യം വരുന്നില്ല, ഇലക്ട്രിക് സീറ്റ് ഉണ്ട് വണ്ടിക്ക്, അതുണ്ട്. പിന്നെ മറ്റേ അപ്ഡേറ്റിൽ ഇതിന് സബ് വൂഫറും ഉണ്ട്. ഓക്കെ. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കമ്പയർ ടു സ്ലാവിയ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ സ്ലാവിയ നോക്കിയിട്ടുണ്ട്, സ്കോഡയുടെ. പറഞ്ഞ പോലെ അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ്, ആലുവയിൽ നിന്ന് അങ്ങ് ഇവിടെ വരെ. അപ്പോൾ സ്കോഡ എനിക്ക് ഇന്റീരിയർ തീരെ ഇഷ്ടപ്പെട്ടില്ല വണ്ടിയുടെ. പിന്നെ എക്സ്റ്റീരിയർ ഫ്രണ്ട് ഓക്കെയാണ്, ബാക്ക് നമുക്ക് അത്രയും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇത്തിരി പ്ലെയിൻ ആയിട്ട് തോന്നുന്നു. ഇന്റീരിയറിൽ ക്വാളിറ്റി ഭയങ്കര മോശമാണ് സ്കോഡയുടെ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. AC വെന്റൊക്കെ ആ ഒരു ഡ്രൈവർ സൈഡ് ആയാലും പാസഞ്ചർ സൈഡ് ആയാലും ആ ഒരു വെന്റിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര മോശമാണ്. പിന്നെ കുറച്ച് പാനൽ ഗ്യാപ്സ് ഉണ്ട് സ്ലാബിലേക്ക്, ഇതിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അതെനിക്ക് തോന്നുന്നു അവര് സെറ്റ് ചെയ്തതാണ്, ഫോക്സ്വാഗണിൽ കുറച്ച് സെറ്റ് ചെയ്തതാണ്. സെയിം വണ്ടിയാണ് രണ്ടും, എല്ലാവർക്കും അറിയാം, എങ്കിലും ഉള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണത്. ഫ്യൂൽ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞു. DSG പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. DSG പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ ഷിഫ്റ്റ് അറിയുന്നില്ല. പിന്നെ ത്രോട്ടിൽ കൊടുക്കാൻ പെട്ടെന്ന് 2 ഗിയറൊക്കെ ഡൗൺ ആവും. നമുക്ക് ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ നല്ല സുഖമാണ്, നമ്മൾ അധികം പ്ലാനൊന്നും ചെയ്യരുത്. ഇത്രയും വെയിറ്റും ഉണ്ട് വണ്ടിക്ക്, അതനുസരിച്ച് DSG അതുപോലെ നല്ല സ്മൂത്താണ്. നമുക്ക് ഷിഫ്റ്റ് അങ്ങനെ അറിയുന്നില്ല. ഒരു നമ്മൾ ഈ Audi A4 ഒക്കെ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട് വണ്ടിക്ക്. സെയിം ഗിയർ ബോക്സ് ഒക്കെ തന്നെയാണ്, DSG സെയിം ഗ്രൂപ്പ് വണ്ടി, അങ്ങനെ വരുമ്പോൾ സെയിം തന്നെയാണ്. സസ്പെൻഷൻസ് ആൻഡ് ബ്രേക്സിന്റെ കാര്യം, ടയർ മാറ്റിയപ്പോഴത്തെ ബ്രേക്ക് ബെറ്റർ ആയെന്ന് പറഞ്ഞു. അല്ലാതെ ബ്രേക്ക് എങ്ങനെയുണ്ട്? ബ്രേക്ക് ബ്രോ ഇപ്പോൾ 2 ദിവസം മുന്നേ ഇതിന്റെ റോട്ടറും പാഡും മാറിയിട്ടുണ്ട്. 23,000 ഇപ്പോൾ പാഡും റോട്ടറും മാറിയിട്ടുള്ളത്. അതിന് ഏകദേശം 21,000 ഉണ്ട് രണ്ടും കൂടെ മാറുമ്പോൾ. അത് ഒരു ഇഷ്യൂ ആയിട്ടാണ് ആക്ച്വലി വന്നത്. 14,000 കിലോമീറ്റർ തൊട്ടേ ഇതിന്റെ ഭയങ്കര ബ്രേക്ക് നോയ്സും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൈൻഡിങ് നോയ്സ് വരുന്നുണ്ട്, അത് തന്നെ ABS സൗണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരോട് എപ്പോഴും പറയുമ്പോൾ അവർ 2 പ്രാവശ്യം ഇത് റോട്ടർ പോളിഷ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഇതിന് അവിടുത്തെ സർവീസ് മാനേജറിന് സൗണ്ട് കിട്ടി. ശ്യാംലാൽ എന്നായിരുന്നു പുള്ളി. ഇപ്പോൾ അവിടെ നിന്ന് മാറി. അപ്പോൾ അങ്ങേർക്ക് സൗണ്ട് കിട്ടി, അങ്ങേര് അത് എസ്കലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് റോട്ടർ പൈസ ഇടേണ്ടി വന്നു.
പാഡ്സിൽ നമുക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റഡ് പാഡാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. നമ്മുടെ വണ്ടി കേരളത്തിൽ ആദ്യം ഇത് മാറിയിട്ടുള്ള വണ്ടിയാണെന്നും പറഞ്ഞു. പെട്ടെന്ന് പോയത് അത് പെട്ടെന്ന് പോയതല്ല, ഇതിന്റെ ആ പാഡ് വെണ്ടറോ എന്തോ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റഡ് പാഡാണ് ഇപ്പോൾ ഓടിച്ച് മനസ്സിലാക്കണം. അത് വാറണ്ടിയിൽ വന്നു. അത് 50% കോസ്റ്റ് നമുക്ക് വേറെ ടയർ പാർട്ട് ആയതുകൊണ്ട് നമ്മളത് എസ്കലേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ആ ഒരു 50% ഓഫർ കിട്ടി പാഡ്സിൽ. അപ്പോൾ 3000, അപ്പോൾ ബില്ല് പിന്നെയും കുറഞ്ഞു. 15,000 നമുക്ക് വന്നു. 10 ആണ്. അതിന്റെ ഒപ്പം ഇന്റീരിയർ ക്ലീനിങ് ചെയ്തായിരുന്നു. അല്ലാതെ സെപ്പറേറ്റ് ഇതിനായിട്ട് കൊണ്ടുപോയതല്ല. അല്ല, സെപ്പറേറ്റ് ഇതിനു വേണ്ടി കൊണ്ടുപോയപ്പോൾ 10,000 ആയി. 10,000. അങ്ങനെ ഒരു കാര്യം പാർട്സ് മാറിയതുകൊണ്ടാണ് കേട്ടോ. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വെർച്ചസ് 1 ലിറ്റർ വീഡിയോ ചോദിച്ചിരിക്കുന്നു. സ്ലാവിയ 1 ലിറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെർച്ചസിന്റെ നമ്മൾ ചെയ്യാം. ഒരാൾ വലിയൊരു പാരഗ്രാഫ് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും മതിയോ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ റാറ്റ്ലിംഗ് നോയ്സ് ഉണ്ടോ വെർച്ചസിന്? ഇല്ല, ഇതുവരെ ഇല്ല. എൻ്റെ അറിവിൽ എൻ്റെ യൂസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിന് ടൈഗണും കൂടെ ഉണ്ട്. അവന് വണ്ടിക്കും അതൊന്നുമില്ല. നാട്ടിൽ ഇപ്പോൾ എനിക്കൊന്നും ഇനീഷ്യലി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കുറച്ച് വണ്ടികൾക്ക്. പക്ഷെ അത് കണ്ട് അവർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിക്ക് ഇല്ല, ഇതുവരെ ഇല്ല. ഓക്കെ. ഒന്നും അറിയണ്ട ബ്രോ, ഒന്നും അറിയണ്ട എന്ന് പറയുന്നവർ ഏതായാലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് റിപ്ലൈയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. വേറൊരാളും വലിയൊരു പാരാഗ്രാഫ് തന്നെ ഇട്ടിട്ടുണ്ട്. ഫോക്സ് വാഗന്റെ വണ്ടി ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ടിഗ്വാനിൽ കുറയാതെ വണ്ടി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്താണ് അഭിപ്രായം പറയാൻ? അതിൽ പറയുകയാണെങ്കിൽ പാർട്ട്ലി യോജിക്കാം. കാരണം ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ക്വാളിറ്റി ഇഷ്യൂ ചില സമയത്ത് നമുക്ക് തോന്നും. അവിടെ ഇവിടേക്ക് ഇവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വണ്ടിക്ക് ഈ എക്സ്റ്റേണലി പിന്നെ സ്റ്റെബിലിറ്റി അതൊക്കെ ഒറിജിനൽ ഫോക്സ് വാഗൻ്റെ ഒരു ഫീലേ ഉണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് അത് നോക്കുമ്പോൾ പക്കയാണ്. ബാക്ക് സീറ്റ് കംഫർട്ട് അതെല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ പാർട്സ് കോസ്റ്റ് കുറവാണ്. അതേപോലെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അവരുടെ സർവീസ് കുറച്ചുകൂടി ബെറ്റർ ആണ്. അത്രയും പാർട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആവശ്യം വരുന്നില്ല. പുറത്തായാലും നമുക്ക് കിട്ടും പാർട്സ്. പഴയ പോലെ പോളോ മറ്റേ ABS ഒന്നുമില്ല, അതെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രൈസ് കൂടെ കൺസിഡർ ചെയ്യണം. ടിഗ്വാൻ എടുക്കണമെങ്കിൽ എത്ര? ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അതും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും 2 ലിറ്റർ TSI അതിന് 44 ആണ്. അതിന് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിഗ്വാന്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എങ്കിലും വേറൊരു വെറൈറ്റി റിവ്യൂ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അടുത്തിടെ തന്നെ. ഓക്കെ, അതൊക്കെയായിരുന്നു കുറച്ച് പേരുടെ ഡൗട്ട്സ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. പിന്നെ ബൂട്ട് സ്പേസ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ബൂട്ട് സ്പേസ് എല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. 520 ലിറ്റർ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മുന്നേ സിറ്റി ആയിരുന്നു 500 ലിറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ നല്ല സ്പേസ് ആണ്, നമുക്ക് കിടക്കാം വേണം ഒരാൾക്ക്. ഇല്ല, അങ്ങനെയൊക്കെ കീ അത് പറയാനുണ്ട്. നമ്മൾ ഒരു കീ ഇതിൻ്റെ അകത്താണെങ്കിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലോക്കാവും. അതുണ്ട്, അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരി. അങ്ങനെ പെടും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഡിക്കിയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഡിക്കി ഓപ്പൺ ആവും. പക്ഷെ വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്കാവും. വേറൊരു കീ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്താൽ പോയി. പിന്നെ ഫുൾ ലോഡില് വീലാർ ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വണ്ടി അങ്ങനെ ഇരിയത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന്. നല്ല ഉരുക്കാണല്ലേ. സോ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ ഈ ഒരു റേഞ്ചിലുള്ള? ഇപ്പൊ കുറേ ഓട്ടോമോട്ടീവ് മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികളാണ്. ഈ ഒരു റേഞ്ചിൽ ശരിയാ ഒത്തിരി വണ്ടികളുണ്ട്. ഒരു എല്ലാവരുടെയും ബഡ്ജറ്റും ആ ഒരു 20 lakhs റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞു. ഒരു മിഡിൽ ക്ലാസ് എബോവ് മിഡിൽ ക്ലാസിന്റെ ആണെങ്കിൽ തന്നെ. അപ്പം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബോഡി സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ സെഡാനിൽ വെർണയും വെർട്ടസും നോക്കിയാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. ബാക്കി വണ്ടികളൊന്നും അത്രയും വേർത്തല്ല. വെർണയുടെ 1.5 നോർമൽ ആണെങ്കിലും ഇപ്പം നോൺ ടെർബോ ആണെങ്കിലും നല്ല വണ്ടിയാണ്. ടെർബോ സൂപ്പറാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 1.5 എടുക്കുന്ന തന്നെയായിരിക്കും. 1.5 തന്നെ എടുക്കണം. അത്ര ഒരു എനിക്കൊന്ന് 2 lakhs ഡിഫറൻസേ ഉള്ളൂ ടോപ്പ് എൻഡിൽ നിന്ന് GT DSGയിലോട്ട് വരുമ്പോൾ. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഈ ട്രാഫിക്കിലോട്ട് ഇറങ്ങേണ്ടി വരും ഇറങ്ങിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. നമുക്ക് വേറൊരു വണ്ടിയുടെ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഏതാണെന്ന്? അത് നമ്മുടെ i20 ആണ്. അത് ടെർബോ IMT ആണ്. 1 ലിറ്റർ GDI മോഡലാണ്. ഷോറൂംസിൽ തന്നെ അത്ര ഫെമിലിയർ അല്ല. ഓക്കെ, ആ ഒരു വേരിയന്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. IMTയുടെ എക്സ്പീരിയൻസ് അതിനകത്ത് അറിയാൻ പറ്റും. IMTയുടെ റിലയബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. വേറൊരു ദിവസം ആ വണ്ടിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.